അഡ്വക്കേറ്റ് ഷാജഹാൻ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഞാൻ നേരത്തെ തന്നെ അത് പോയിന്റ് ഔട്ട് ചെയ്തു. ഇതിനകം സംഭാവനയായി എത്തിയ 150 പരം കോടി രൂപ മാത്രം ദുരന്തബാധിതർക്ക് വീതിച്ച് നൽകിയാൽ തന്നെ തുടർ ജീവിതം ഇവർക്ക് വലിയ കീറാമുട്ടികളൊന്നുമില്ലാതെ കൊണ്ടുപോകാം. പക്ഷേ ഗൃഹോപകരണങ്ങളും മറ്റ് സാധന സാമഗ്രികളും പരമാവധി സംഭാവന ചെയ്യണമെന്ന മന്ത്രിമാരുടെ ആഹ്വാനം അത് അവസാനിക്കുന്നില്ല. പോരുന്നതെല്ലാം പോന്നാൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്തം കുറയുകയും ആ ചുമലിലെ ഭാരം കുറയുകയും CMDRFൽ എത്തുന്നത് അതുപോലെ അവിടെ ഉണ്ടാവുകയും മുൻകാലങ്ങളിലേതുപോലെ വകമാറ്റി ചെലവഴിക്കുകയുമാകാമെന്ന കുബുദ്ധിയും ദുരുദ്ദേശവുമാകില്ലേ ഇത്തരമൊരു ആഹ്വാനത്തിന് പിന്നിൽ. ഇവിടെ തന്നെ അഡ്വക്കേറ്റ് സുരേഷ് ബാബു പറഞ്ഞു, കേന്ദ്ര ഫണ്ട്, കേന്ദ്രത്തിന് മുന്നിൽ വലിയൊരു പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുണ്ട് 2000 കോടി രൂപയുടെ. ഒരു 200 കോടി കൊണ്ട് ഇവരുടെ പുനരധിവാസവും അതുപോലെ പുനർനിർമ്മാണവും ഒക്കെ സാധ്യമാകും. ആ കണക്ക് നിങ്ങൾ നോക്കിയാൽ മതി. എത്ര കുടുംബങ്ങൾ ഇത് ഇഴകീറി പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന് അകത്ത് ഒതുക്കാൻ സാധിക്കും. പക്ഷേ ഈ 2000 കോടി രൂപ വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചില റിലീഫ് ഇവർക്ക് കിട്ടാനുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവരുടെ വാടക 6000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. അത് എത്ര കാലം കൊടുക്കും? മാത്രമല്ല, ഷാജി പറഞ്ഞതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ഇപ്പോൾ മുണ്ടക്കൈയിൽ അല്ലെങ്കിൽ ചൂരൽമലയിൽ താമസിക്കുന്ന കുട്ടികളെ, അവരെ താമരശ്ശേരി പോലുള്ളൊരു സ്ഥലത്തേക്ക് അവർ വാടക വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവരുടെ വിദ്യാഭ്യാസം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. മന്ത്രിസഭാ ഉപസമിതിയൊക്കെ യോഗം ചേരുന്നുണ്ട്, പ്രഖ്യാപനങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും അടിയന്തരമായി അഡ്രസ്സ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പരിഹാരം കണ്ടെത്തേണ്ടത് ഇത്തരം അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്കല്ലേ ഷാജഹാൻ? അല്ല, ഇതിനകത്ത് ശ്രദ്ധിച്ചോന്നറിയില്ല. അതായത് ജൂലൈ 30-ാം തീയതിയാണ് ഈ ദുരന്തം അവിടെ ഉണ്ടാകുന്നത്. ഉണ്ടായതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് വരുന്ന ആദ്യത്തെ പ്രഖ്യാപനം തന്നെ ദുരിതാശ്വാസ നിധിയുടെ രൂപീകരണമാണ്. എനിക്കത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട്. നമ്മളെല്ലാവരും ഈ ദുരന്തം വന്ന ദിവസം മുതൽ തന്നെ പുനരധിവാസത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ആദ്യം 1-2 കാര്യങ്ങൾ അതുമായി ബന്ധപ്പെടുന്നു പറഞ്ഞോട്ടെ. പുനരധിവാസം പ്രധാനപ്പെട്ട വിഷയമല്ല എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് ആരും തർക്കവുമില്ല. വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പുനരധിവാസം. പുനരധിവാസത്തെക്കുറിച്ചിട്ട് പുനരധിവാസത്തെക്കുറിച്ച് മാത്രം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്ന വേറെ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ഈ ദുരന്തമുണ്ടായത് മഴ കൊണ്ട് മാത്രമാണോ? അതിതീവ്ര മഴ കൊണ്ട് മാത്രമാണോ? കാലാവസ്ഥാ മാറ്റം കൊണ്ട് മാത്രമാണോ? അതോ മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഈ ദുരന്തത്തിന് കാരണമായിട്ടുണ്ടോ? അങ്ങനത്തെയൊക്കെ ഒരുപാട് ചർച്ചകൾ നടത്താനുണ്ട്. അവിടുത്തെ വിവേചനരഹിതമായിട്ടുള്ള ടൂറിസം വികസനം, അവിടുത്തെ വിവേചനരഹിതമായിട്ടുള്ള പാറമടകളുടെ പ്രവർത്തനം, വിവേചനരഹിതമായിട്ടുള്ള റോഡുകളുടെ പ്രവർത്തനം, ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അത് കാലാവസ്ഥാ മാറ്റവും അതിതീവ്ര മഴയുമായിട്ട് ചേർന്നപ്പോഴത്തേക്കും അതിൻ്റെ പ്രത്യാഘാതം അതിഭീകരമായി വർദ്ധിച്ചുവെന്നും മരണസംഖ്യ വലിയ തോതിൽ കൂടിയെന്നൊക്കെയുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ചർച്ച ചെയ്യുന്നില്ല. CPM ചർച്ച ചെയ്യില്ല, കാരണം അവരിതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നവരാണ്. കോൺഗ്രസും ചർച്ച ചെയ്യുന്നില്ല, BJPയും ചർച്ച ചെയ്യുന്നില്ല. അതിൻ്റെ വിഷയങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ, അതിനകത്തേക്ക് നമുക്ക് പോകാം. ഈ പുനരധിവാസം എന്ന് പറഞ്ഞ വിഷയം വരുമ്പോൾ ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്, നമ്മൾ ചർച്ച തുടങ്ങിയ ദുരിതാശ്വാസം എന്നാണ്. ഈ ദുരിതാശ്വാസം സംബന്ധിച്ച് 1-2-3 കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, ഈ ദുരിതാശ്വാസമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ചുരുങ്ങി ഏറ്റവും മിനിമം ഒരു 10-400 കോടി രൂപയെങ്കിലും മതി എന്നാണ്, ഒരു 300 കോടി രൂപയെങ്കിലും മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നു. അത്രയും പോലും വേണ്ട, എന്തായാലും വേണ്ട 300 ആകട്ടെ. ഞാൻ മനസ്സിലാക്കിയൊരു ഞെട്ടിക്കുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കേന്ദ്ര ഗവൺമെൻറ് നൽകിയ ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് 540 കോടി രൂപ ചെലവഴിക്കാതെ ഈ സർക്കാരിൻ്റെ കയ്യിൽ ഡിസ്ട്രസ് റിലീഫ് ഫണ്ടായിട്ട് കിടപ്പുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ 540 കോടി രൂപ ഡിസ്ട്രസ് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ട് അതിൽ നിന്ന് ഒരു നയാ പൈസ പോലും ചെലവഴിക്കാതെ നമ്മൾ 2000 കോടി രൂപ കേന്ദ്രത്തിനടുത്ത് ചോദിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഓണം പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു,
ഒരുപാട് പണം നമുക്കിവിടെ ആവശ്യമുണ്ട് എന്നൊക്കെ ഉള്ള നിലയിലേക്ക് നമ്മൾ പോകുന്നത്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ദുരിതാശ്വാസ നിധിയാണ് നമ്മൾ ആദ്യ ദിവസം മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് സംബന്ധിച്ച് ദുരൂഹമായിട്ടുള്ള ചില കാര്യങ്ങൾ എനിക്ക് ഇവിടെ ചർച്ച ചെയ്യാനുണ്ട്. ഇപ്പോൾ അനിൽ പറഞ്ഞു 150 കോടി രൂപയിൽ പരം കിട്ടിയെന്ന്. അതിൻ്റെ ഏറ്റവും പുതിയ ഇന്നത്തെ കണക്ക് പ്രകാരം 191 കോടി രൂപ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ കണക്കാണ്. CMDRFിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഞാനിപ്പോൾ നോക്കിയപ്പോൾ 191 കോടി രൂപ. എനിക്ക് അതുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകൾ എനിക്ക് പ്രേക്ഷകരുമായിട്ട് ചർച്ച ചെയ്യാനുണ്ട്. അതായത് ഞാൻ നോക്കുമ്പോൾ ഓഗസ്റ്റ് 11-ാം തീയതി 91 കോടി രൂപയാണ് ഈ നിധിയിലുണ്ടായിരുന്നത്. ഓഗസ്റ്റ് 11 വരെ, അതായത് ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 11 വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന തുകയെന്ന് പറയുന്നത് 91 കോടി രൂപയായിരുന്നു. യഥാർത്ഥത്തിൽ 91 കോടി രൂപയല്ല, ആ സമയത്താണ് ഏറ്റവും കൂടുതൽ പണം ദുരിതാശ്വാസ നിധിയിലേക്ക് വരേണ്ടത്. എന്നാൽ ആദ്യത്തെ 11 ദിവസം 91 കോടി രൂപയാണ് വന്നത്. അതിന് ശേഷമുള്ള 7 ദിവസത്തിനുള്ളിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് 100 കോടി രൂപ വന്നിരിക്കുന്നു. 100 crores. അങ്ങനെ 191 കോടി രൂപയെന്ന് ഇപ്പോൾ കണക്ക് വന്നിരിക്കുന്നു. ഇതിനകത്തൊരു ദുരൂഹത എനിക്ക് തോന്നാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ഓരോ ദിവസവും സംഭാവന നടത്തുന്നവരുടെ ലിസ്റ്റ് 2-3 ദിവസം കൂടുമ്പോഴത്തേക്ക് മുഖ്യമന്ത്രിയുടെ ആഫീസ് പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പോൾ അതിൽ 2-3 ദിവസം, ഏറ്റവും അവസാനത്തെ 2 ദിവസം കണക്കുകൾ ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഒരു ദിവസം ആ ലിസ്റ്റിൽ നിന്ന് ഞാൻ കൂട്ടി നോക്കിയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു 16-ാം തീയതി മറ്റോ ഞാൻ കൂട്ടി നോക്കിയപ്പോഴത്തേക്കും ഏതാണ്ട് 2 കോടി രൂപയാണ് അത് ഞാൻ കൂട്ടി നോക്കിയപ്പോഴത്തേക്കും കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തേക്ക് വിടുന്ന ഈ ലിസ്റ്റിൽ ഞാൻ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ 2 കോടി രൂപയാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ കഴിഞ്ഞ 6 ദിവസം കൊണ്ട് 100 കോടി രൂപയാണ് വന്നത്. അപ്പോൾ ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു ദിവസം ഒരു 10, 12, 13 കോടി രൂപ വരുന്നുണ്ട്. അപ്പോൾ 12 കോടി രൂപയുടെ ഒരു ദിവസം വരുന്നുണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രി പുറത്തേക്ക് വിടുന്ന കണക്കിൽ 2 കോടി രൂപ വരുന്നുള്ളൂ. ഇതൊക്കെ കൃത്യമാണ്. അതായത് 191 കോടി രൂപ വന്നു എന്നുള്ളത് CMDRFിൻ്റെ വെബ്സൈറ്റിലുണ്ട്. ഓഗസ്റ്റ് 11 വരെ വന്നു 91 കോടി രൂപ വന്നു എന്നുള്ളത് അന്നത്തെ CMDRFിൻ്റെ കണക്കിൽ ഞാൻ എഴുതിയെടുത്തതാണ്. ഇന്ന് 191 കോടി രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ 100 കോടി രൂപ വന്നിട്ടുണ്ട്. അത് കൃത്യമാണല്ലോ. ഇനി ഓരോ ദിവസവും ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് സംഭാവന തരുന്നവരുടെ പട്ടിക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പുറത്തേക്ക് വിടുന്നുണ്ട്. അത് ജനചാനൽ എൻ്റെ സുഹൃത്ത് രാജീവ് തന്നെയാണെന്ന് 3-4 ദിവസത്തെ എനിക്ക് തന്നത്. അതിൽ ഞാൻ 16-ാം തീയതിയിലത്തെ കണക്കെടുത്ത് കംപ്ലീറ്റ് കൂട്ടി നോക്കിയപ്പോൾ അന്ന് പുറത്തേക്ക് വിട്ട കണക്കിൽ കൂട്ടി നോക്കുമ്പോൾ 2 കോടി രൂപയെ കാണുന്നുള്ളൂ. അതേസമയം കഴിഞ്ഞ 7 ദിവസം കൊണ്ട് 100 കോടി രൂപ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 12 കോടി രൂപയെങ്കിലും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യമായിട്ടാണ് പൊതുമണ്ഡലത്തോട് ഞാൻ ഈ കാര്യം പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ദിവസവും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നവരുടെ മുഴുവൻ വിവരവും സംസ്ഥാന സർക്കാർ പുറത്തേക്ക് വിടുന്നില്ല. 2 കോടി രൂപയുടെ വിവരമേ പുറത്തേക്ക് വിടുന്നുള്ളൂ. എന്നാൽ 12 കോടി രൂപയെങ്കിലും ഒരു ദിവസം കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ 100 കോടി രൂപ 7 ദിവസം കൊണ്ട് വരില്ലല്ലോ. അപ്പോൾ എൻ്റെ ചോദ്യം, എൻ്റെ സർക്കാരിനോടുള്ള ചോദ്യം, ആരാണ് ഈ 10 കോടി രൂപ ഒരു ദിവസം തന്നത് എന്നുള്ളതാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വലിയ നിക്ഷിപ്ത താല്പര്യക്കാരോ വലിയ കോടീശ്വരന്മാരോ തരുന്നതാവാനാണ് സാധ്യത. 1. 2, സംസ്ഥാന സർക്കാർ അത് പുറത്തു പറയാൻ മടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിനകത്ത് ദുരൂഹമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. 1, ഇതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് വൈറ്റ് മണി ആവും. നിക്ഷിപ്ത താല്പര്യക്കാർ 10 കോടി രൂപ അതിനകത്തേക്ക് തന്നു കഴിഞ്ഞാൽ 10 കോടി രൂപ ദുരിതാശ്വാസത്തിന് തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈറ്റ് മണിയായി. 1. 2, തരുന്ന ഈ ദുരിതാശ്വാസത്തിന് തരുന്നവർക്ക് ഇപ്പോൾ 10 കോടി രൂപ തരുമ്പോഴത്തേക്ക് അവർക്ക് അത് ടാക്സ് ഫ്രീ ആണ്, അത് കൊടുക്കണ്ട. ഇത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ദുരിതാശ്വാസ നിധി പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ തന്നെ പണം കൊടുത്തിരുന്നവരെ കുറിച്ചിട്ട് മുഖ്യമന്ത്രി ഭയങ്കര ആവേശഭരിതനായിട്ട് പറഞ്ഞിരുന്നവരാരാണ്? 5 കോടി രൂപ യൂസഫ് അലി, 5 കോടി രൂപ രവി പിള്ള, 5 കോടി രൂപ അദാനി, 10 കോടി രൂപ PCN മേനോൻ. മനസ്സിലായോ? ഇതുപോലുള്ള കണക്കുകളാണ് പറഞ്ഞിരുന്നത്. അതാണ് ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ബലമായ സംശയം, ഈ 10-12 കോടി രൂപ ഒരു ദിവസം കിട്ടുന്നുണ്ടെങ്കിൽ പോലും അതിൽ 1-2 കോടി രൂപയെ പുറത്തു പറയുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പണം ഏതെങ്കിലും നിക്ഷിപ്ത താല്പര്യക്കാരനോ ശതകോടീശ്വരനോ തരുന്നതായിരിക്കാം.
അത് പുറത്തു പറയാൻ സംസ്ഥാന സർക്കാരിന് താല്പര്യമില്ല. ആ സാഹചര്യത്തിൽ അതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ള ആരോപണം ഞാൻ ഉന്നയിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇപ്പോൾ അത് പറഞ്ഞാൽ തന്നെ അത് ടാക്സ് ഫ്രീ ആണ്. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞ ഈ സംവിധാനം നിക്ഷിപ്ത താല്പര്യക്കാർ അവരത് മുതലെടുക്കുന്നുണ്ടോ എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഞാൻ ഇവിടെ പൊതുമണ്ഡലത്തിൽ ഉന്നയിക്കുകയാണ്. കാരണം 11-ാം തീയതി വരെ 90 കോടി രൂപ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ 7 ദിവസം കൊണ്ട് 100 കോടി രൂപ. ആലോചിച്ച് നോക്ക്. മനസ്സിലായില്ലേ? ആദ്യത്തെ ഞാൻ പറയുന്നത് ഇപ്പം ഏറ്റവും വൈകാരികമായി ആളുകൾ പ്രതികരിക്കുന്നത് ആദ്യത്തെ 8-10 ദിവസമായിരിക്കണമല്ലോ. സ്വാഭാവികമായും ആ ഒരു 8-10 ദിവസമാണ് ഏറ്റവും കൂടുതൽ പൈസ വരേണ്ടത്. അന്ന് 90 വന്നുള്ളൂ, ഇപ്പം 100 കോടി മതി. 1. 2, അനിൽ പറഞ്ഞ ഈ പാത്തുമ്മയുടെ ആടിൻ്റെ പ്രശ്നമുണ്ട്. ഞാൻ അതിനകത്ത് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ ലിസ്റ്റിൽ ഞാൻ നോക്കുമ്പോഴത്തേക്കും സാധാരണക്കാരൻ അതിനകത്തില്ല. സഹകരണ ബാങ്കുകൾ 10 ലക്ഷം രൂപ, പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 10 ലക്ഷം രൂപ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ 1 കോടി രൂപ. അപ്പോൾ അതിൽ നല്ല പങ്കും ഈ പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള സംസ്ഥാന ഖജനാവിൽ നിന്ന് പോകുന്ന പണമാണ്. അതിൽ ഞാൻ കാണാത്തത് ആരെയെന്നറിയോ? സാധാരണക്കാരനെയാണ് ഞാൻ അതിനകത്ത് കാണാത്തത്. കഴിഞ്ഞ ദിവസം ഒരു സ്വർണ്ണ കൊലിസിൻ്റെ കാര്യം മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു. അതുപോലെ തന്നെ ഏതോ ഒരു കുടുക്ക പൊട്ടിച്ചിട്ട് എന്തോ 75,000 രൂപയുടെ കാര്യം പറയുന്നത് കേട്ടു. നമുക്ക് ഓർമ്മയില്ലേ പിന്നെ എന്താണ് മഹാപ്രളയത്തിൻ്റെയൊക്കെ സമയത്ത് മുഖ്യമന്ത്രി വന്നിട്ട് ആദ്യ അവസാനം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സാധാരണക്കാരൻ കൊടുക്കുന്ന പണമാണ്. അപ്പോൾ ഇതിനകത്ത് സാധാരണക്കാരൻ ഇല്ല. വലിയ നിശ്ചിത താല്പര്യക്കാരനും വലിയ ശതകോടീശ്വരനും പൊതുമേഖലാ സ്ഥാപനങ്ങളുമാണ് ഇതിനകത്തുള്ളത്. ഇനി ഈ വിശ്വാസ്യതയുടെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് നിർത്തിക്കോളാം. നമുക്കറിയാലോ, മഹാപ്രളയത്തിൻ്റെ കാലത്ത് പിന്നെ പിണറായി വിജയൻ പത്രസമ്മേളനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് വരുമ്പോഴത്തേക്ക് 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം രൂപയായിരുന്നു വ്യൂവർഷിപ്പ്. ഇപ്പോൾ ഈ 10-15 ദിവസം വ്യൂവർഷിപ്പ് ഞാൻ എടുത്ത് നോക്കി, എൻ്റെ അനിൽ ആകെ സ്തംഭിച്ചു പോയി. അതായത് ഈ പിന്നെ ദുരന്തമുണ്ടായതിൻ്റെ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും ഒക്കെ 75,000 80,000 പേരൊക്കെ ആയിരുന്നു മുഖ്യമന്ത്രിയുടെ ലൈവ് പത്രസമ്മേളനം കാണുന്നതെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം കണ്ടെത്താന്നറിയോ 14,000 15,000 13,000 പേരൊക്കെയാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ ക്യാപ്റ്റൻ്റെ ഈ ഇരട്ടച്ചങ്കൻ്റെ പത്രസമ്മേളനം കാണുന്നത്. 5.5 ലക്ഷം പാർട്ടി അംഗങ്ങളുള്ളൊരു പാർട്ടിയാണെന്ന് ആലോചിച്ച് നോക്കണം. അപ്പം ഇതൊക്കെ കാണിക്കുന്നത് പൊതുജനങ്ങൾക്ക് ഈ ഭരണകൂടത്തോടും മുഖ്യമന്ത്രിയോടുമൊക്കെയുള്ള വിശ്വാസം, അവരിൽ മുഖ്യമന്ത്രിയിൽ ജനങ്ങൾ അർപ്പിക്കുന്ന ഒരു ക്രെഡിബിലിറ്റി, ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്തത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന മുഖ്യമന്ത്രിയോടുള്ള ജനങ്ങളുടെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു അളവുകോലാണ് ഇയാൾ ഈ പത്രസമ്മേളനം നടത്തിയിട്ട് ദുരിതാശ്വാസ നിധി ഭയങ്കര ക്രെഡിബിൾ ആണെന്നൊക്കെ പറയുമ്പോൾ 15,000 16,000 ആളുകളിലേക്കൊക്കെ മാത്രം കാണുന്നത്. മനസ്സിലായി? അപ്പോൾ ഇതിനകത്ത് വലിയൊരു ദുരൂഹത കിടപ്പുണ്ട്. ആവശ്യത്തിന് പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രം നൽകിയ പണം തന്നെ 540 കോടി രൂപ കിടക്കുകയാണ്. ആ പണമെടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് പിന്നെ വിതരണം ചെയ്യാനല്ലേ നോക്കേണ്ടത്. അത് വിതരണം ചെയ്യാതെ അങ്ങോട്ട് വടക്കോട്ട് നോക്കി 2,000 കിട്ടുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ 2,000 കിട്ടിയാൽ അതിൽ 1,000 കോടി രൂപയെങ്കിലും ഈ ഓണത്തിൻ്റെ കാര്യത്തിൽ വകമാറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഇത് നോക്കിയാണ് ഇവരിയ്ക്കുന്നത്. പിന്നെ പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ ഇതിനു മുമ്പ് പുനരധിവാസം നടന്ന പുത്തുമലയുടെ കാര്യവും പെട്ടിമുടിയുടെ കാര്യമൊക്കെ നമ്മൾ എടുത്ത് നോക്കിയാൽ മതി. പെട്ടിമുടിയിൽ എത്രയോ വീടുകൾ വെച്ച് കൊടുത്തു. ആ വീടുകളിൽ ദുരിതബാധിതർ ആരും താമസിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? അവർക്ക് ജോലി സ്ഥലത്താണ് താമസിക്കേണ്ടത്. 2-3 മുറിയുള്ള വീടുകൾ 10, 50, 60 വെച്ച് കൊടുത്തു. പക്ഷേ പാവങ്ങൾ മുഴുവൻ ലായത്തിലാണ് താമസിക്കുന്നത്. കാരണം എന്താണ്? ലായത്തിൽ നിന്ന് അവർക്ക് പിന്നെ തേയില നുള്ളാൻ പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഈ 1-2 മുറിയുള്ള വീടുകളെല്ലാം വെറുതെ ചേതലെടുത്ത് അവിടെ കിടക്കുകയാണ്. അല്ല ഷാജഹാൻ, ഈ 2021 കൂട്ടിക്കൽ ദുരന്തത്തിൽ വീടും സ്ഥലവും പൂർണ്ണമായി നഷ്ടപ്പെട്ട 98 പേർ, വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ട 47 പേർ, ഭാഗികമായി നഷ്ടപ്പെട്ട 1940 പേർ. ഇവർക്കൊന്നും ഇതുവരെ വീട് നിർമ്മിച്ച് നൽകിയിട്ടില്ല. അത് റൈറ്റ് ടു ഇൻഫർമേഷൻ വഴി കിട്ടിയ വിവരമാണ്. ഇതാണ് 2021 ഇപ്പോൾ നോക്കുമ്പോൾ 3 വർഷം കഴിഞ്ഞു. ഇതിലിപ്പോൾ സുരേഷ് ബാബു വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ വളരെ മനോഹരമായി പറഞ്ഞ് അവിടെ ഫലിപ്പിച്ചു വെച്ചു. അതൊക്കെ ഞാൻ പറയട്ടെ. ഞാൻ സുരേഷ് ബാബുവിനുള്ള ബഹുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം തിയറിയാണ്. പ്രാക്ടീസിൽ വരുമ്പോൾ പെട്ടിമുടിയിൽ എന്താണ് സംഭവിച്ചത്, കവളപ്പാറയിൽ എന്താണ് സംഭവിച്ചത്, പുത്തുമലയിൽ എന്താണ് സംഭവിച്ചത്, ഇത് നമ്മൾ പരിശോധിച്ച് നോക്കണം. അവിടെ പുനരധിവാസം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് നടന്നതെന്ന്. സുരേഷ് ബാബു, ഞാൻ പറയുമ്പോൾ ഒന്നും തോന്നരുത്, നമുക്കിപ്പോഴും താല്പര്യം തുരങ്കപാത നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാനിന്ന് നോക്കുകയായിരുന്നു, ഈ ഏരിയൽ ഡിസ്റ്റൻസ് കണക്കാക്കിയാൽ ഈ തുരങ്കപാത
പുത്തുമലയുടെ 1.5 കിലോമീറ്ററിനടുത്താണ്. കവളപ്പാറയുടെ 5 കിലോമീറ്ററിനടുത്താണ് ഈ തുരങ്കപാത. ഈ തുരങ്കപാത എന്ന് പറയുന്നത് വയനാട് ഈ ഉരുൾപൊട്ടലുണ്ടായ ക്യാമൽ ഹമ്പ് എന്ന് പറഞ്ഞ വെള്ളരിമല ഉൾപ്പെടെയുള്ള മലനിരകൾക്ക് അടിയിലൂടെ പുത്തുമലയ്ക്കും കവളപ്പാറയ്ക്കും ഒക്കെ തൊട്ടടുത്തുകൂടി 6.5-7 കിലോമീറ്റർ ദൂരത്ത് നമ്മൾ തുരങ്കപാത നിർമ്മിക്കാൻ പോവുകയാണ്. ഈ തുരങ്കപാത നിർമ്മിക്കുന്നതിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇപ്പോഴും താല്പര്യം. നമ്മൾ അതിനെക്കുറിച്ചാണ് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 10,400 പേര് അവിടെ മരിച്ച് മണ്ണടിഞ്ഞിട്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞപ്പോഴത്തേക്കും അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നി. അയാളുടെ മറുപടി എന്താണെന്നറിയാമോ? ഇതുപോലെ തുരങ്കപാത ഉണ്ടായെടുത്തൊക്കെ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ തലവനാണ് പറയുന്നത് തുരങ്കപാതകൾ ഉള്ളിടത്ത് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തൊരു അബ്സേർഡിറ്റിയാണ് നമ്മൾ ആലോചിച്ച് നോക്കി. ഇതും തമ്മിൽ വല്ല കമ്പാരിസൺ ഉണ്ടോ? വയനാട് കേരളയിലൊന്നും ഇപ്പോഴും കൈവിട്ടിട്ടില്ല. അല്ല ഞാൻ പറഞ്ഞു, അതിനേക്കാളൊക്കെ എത്രയോ ഭീകരമായിട്ടുള്ള വിഷയമാണ് ഇത്. 400 പേര് മരിച്ച് മണ്ണടിഞ്ഞ അതിഭീകരമായിട്ടുള്ള ഉരുൾപൊട്ടലുണ്ടായ നമ്മൾ സുരേഷ് ബാബു മനസ്സിലാക്കേണ്ടത്, വൈത്തിരിയിലും മേപ്പാടിയിലുമായിട്ട് ഞാനിന്ന് അവിടുത്തെ ബാദുഷ എന്ന് പറഞ്ഞ പരിസ്ഥിതി പ്രവർത്തകനോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. ഏതാണ്ട് 10,000 ടൂറിസം റിസോർട്ടുകളാണ് ഈ വൈത്തിരിയിലും മേപ്പാടിയിലും ഉള്ളതെന്നാണ് പറഞ്ഞത്. അവിടെ 1-2 വർഷത്തിനിടയിൽ 1000-ലധികം ഉരുൾപൊട്ടലുകളാണ് അവിടെ ഉണ്ടായത്. ഈ മുണ്ടക്കൈയിലുള്ള റിസോർട്ട് അത് താങ്കൾ കണ്ടിട്ടുണ്ടോ? സ്ലോപ്പാണ്. ഒരു കാരണവശാലും അതിന് ലൈസൻസ് കൊടുക്കാൻ പാടില്ല, നിർമ്മാണ അനുമതിയെ കൊടുക്കാൻ പാടില്ല. അല്ല, ഈ റിസോർട്ടുകൾ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് സ്ലോപ്പിലാണ്. അവിടുത്തെ ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠനത്തിൽ പറയുന്നത് അവിടെ ടൂറിസ്റ്റ് റിസോർട്ട് നിർമ്മിക്കാനായിട്ട് പഞ്ചായത്ത് അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള കാട്, അതിനകത്തൂടെ പോകുന്ന അരുവി, ഇതിൻ്റെ എല്ലാം നിയന്ത്രണം ഈ ടൂറിസ്റ്റ് റിസോർട്ടുകൾക്കാണ്. വലിയ ഗ്ലാസ് ബ്രിഡ്ജുകൾ, വലിയ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ശേഖരിക്കാൻ കഴിയുന്ന വലിയ ടാങ്കുകൾ, ഇതൊക്കെ ഉണ്ടാക്കി 10,000-ലധികം റിസോർട്ടുകൾ ഉണ്ടാക്കി. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്രയും ആളുകൾ അവിടെ ചത്തുചീഞ്ഞു പോയത്. ആ സ്ഥലത്തിൻ്റെ അടിയിലൂടെ തുരങ്കപാത നിർമ്മിക്കാനുള്ള താല്പര്യത്തിൽ പോവുകയാണ് പിണറായി വിജയൻ. അതിനെ ബിനോയ് വിശ്വം എതിർത്തപ്പോഴത്തേക്ക് അദ്ദേഹം ഹാ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിനെ എതിർപ്പ് പറയുന്നത്. അപ്പം നമ്മൾ പുനരധിവാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഈ പുനരധിവാസം കൊണ്ട് ഡിവാസ്റ്റേറ്റ് ചെയ്യപ്പെട്ട വയനാടിനെ പരിപൂർണമായി തകർക്കുന്ന തുരങ്കപാതയെക്കുറിച്ചിട്ട് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുകയും ഇതിനു മുമ്പ് പുനരധിവാസം നടന്ന പെട്ടിമുടിയിലേക്കും കവളപ്പാറയിലേക്കും പുത്തുമലയിലേക്കും ഒന്ന് നോക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ നടക്കും എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ആത്യന്തികമായി വാണിജ്യ താല്പര്യങ്ങളാണ് ഇതിനൊക്കെ മുകളിൽ നിൽക്കുന്നത്, ഒരു പടി മുകളിൽ നിൽക്കുന്നത്. യെസ്.